സിനിമ ഈ വരുന്ന 28-ാം തീയതി റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് സിനിമ കാണാം. ഈ ട്രെയിലറിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു മൂഡ് തന്നെയാണ് നമ്മൾ സിനിമയിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നതിനും അതേപോലെ ട്രെയിലർ കണ്ടതിനും താങ്ക്സ്. ഡു ദി ഓണേഴ്സ്. എല്ലാവർക്കും കൂടെ വന്നതിന് നന്ദി. ആൻഡ് പ്ലീസ് സപ്പോർട്ട് ആ മൂവി. ഇപ്പോൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ it's going to be a fun popcorn movie to watch. Collaboration. So you've met him already. അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ Mr. Subhash has done a great job with this movie, with this fantasy subject, and I really want to thank Ankush and Kim for taking this risk and spending all your money on us. Thank you. So I hope എല്ലാവർക്കും സിനിമ ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നിവിടെ എല്ലാവരും വന്നതിനും താങ്ക് യു. താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ആൻഡ് പറഞ്ഞ പോലെ മെയ് 28 നമ്മുടെ പടം റിലീസാണ്. അപ്പോൾ ഇത് ഒരു മ്യൂസിക്കൽ കോമഡി ഹൊറർ പടമാണ്. സോ ട്രെയിലർ കണ്ടതുപോലെ തന്നെ ലൈക്ക് ഇറ്റ് വിൽ ബി എ ഫൺ പടം. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻ്റർടൈനിങ് പടമായിരിക്കും. സോ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. ആൻഡ് താങ്ക് യു ഓൾ. ഓക്കെ, വന്നവർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മുടെ പടം 28-ാം തീയതി ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ എന്തായാലും കൃത്യമായിട്ട് അറിയിക്കുക. എല്ലാവർക്കും എല്ലാവർക്കും വന്നതിന് താങ്ക്സ്. ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനറാണ്. കോമഡി പ്ലസ് ഹൊറർ അങ്ങനെ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണുക. 28-ന് റിലീസാണ്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ. Hi, thank you all. This is my first film, our banner's first film in Malayalam, and I hope you guys will give lots of love and support to this film. And talking about this film, the experience with Mr. Basi and the crew and Subhas was amazing. And currently Malayalam industry is booming, and we hope all the love and support will get from you guys. And this is an amazing film, and Basi has supported throughout the film and still is stand by with us, and he's a great performer. He's done a really fantastic job. Please come and watch. It's a musical film, so musical horror, and you will see a different kind of music, especially some dance number, where he's also dancing rarely. You might not seen him dancing, but in this film he's dancing, so you'll love it. And Sam CS has done really fantastic job, though he did a lot of films, but in this he's especially given lot of effort, especially in music and the background. And our story writer has come up with a really nice fantastic idea, and we really like the idea and hope you guys also enjoy this. Thank you so much. He spoke it on behalf of me. Thank you very much for coming, and I would really like to appreciate Basi. Really, he's been the best out of the lot. Femina has supported us a lot, and what you call Adiboli. So Basi and Femina along with Subhash was Adiboli. Thank you. ഡയറക്ടറാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമക്ക് കറക്കം എന്ന പേരിനുള്ള കാരണം? അത് ഈ കഥയുമായി എന്ത് ബന്ധമാണുള്ളത്? കറക്കം എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രിപ്പ് അല്ലെങ്കിൽ നമ്മളെ കറക്കുന്നത് 2-3 ഇത് ഒരു കറക്കത്തിൽ ഒരു മീനിങ്ങിൽ നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു ഹൊറർ പടമായതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു റോഡ് മൂവി കൂടിയാണ്. അപ്പോൾ ആ ഒരു പേര് തന്നെയാണ് പടത്തിന് ഏറ്റവും മാച്ച് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളങ്ങനെ ഒരു പേര് സെറ്റ് ചെയ്തത്. ഒരു ട്രിപ്പ് മൂവിയാണ്. അപ്പോൾ കറക്കത്തിൻ്റെ എല്ലാ മീനിങ്ങും ഈ സിനിമയ്ക്ക് സൂട്ടാണ്. പിന്നെ സാറിൻ്റെ പേരും സിനിമയുടെ പേരും ഭയങ്കര വെറൈറ്റി ആണല്ലോ. എൻ്റെ പേര് നോർമൽ പേരല്ലേ, എൻ്റെ പേര് സുഭാഷ് അല്ലേ. അതിൽ ഭയങ്കര വെറൈറ്റി ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അത് എൻ്റെ വീട്ടുകാരുടെ പേരല്ലേ, എനിക്കതുമായിട്ട് കണക്ഷൻ ഇല്ല. പക്ഷെ എൻ്റെ പേരും നല്ല പേര് തന്നെയാണ്.
പിന്നെ ഓക്കെ. സാധാരണ ഹൊറർ കോമഡികളിൽ നിന്ന് ഇതിൽ നിന്ന് വിചിത്രമായ ഒരു സിനിമ എടുക്കാൻ കാരണം എന്താണ്? ഇതിനകത്ത് ഡാൻസ് കളിക്കുന്ന പ്രേതങ്ങളായിരുന്നു അത് കാരണം. യൂഷ്വലി പ്രേതങ്ങൾ ഡാൻസ് കളിക്കാറില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊള്ളാലോ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. നമ്മൾ വേറൊരു പരിപാടി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. യൂഷ്വലി നമ്മൾ കാണുന്ന ഹൊറർ പരിപാടികളല്ലാണ്ട് വി ട്രൈ ടു ഡു വേറെ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഡാൻസും മ്യൂസിക്കും അങ്ങനത്തെ ഒരു നരറ്റീവാണ് പടത്തിൻ്റെ. റിയൽ ലൈഫിൽ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തിനെ പേടിയുണ്ടോ? പേരെന്താ എൻ്റെ? ഷാദുല്. പൊന്നു ഷാദുല്. ചെറുപ്പത്തിൽ പേടിച്ചിട്ടുണ്ട്, അല്ലാണ്ട് പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാനാണ്. ഇപ്പോൾ അളിയനെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ നോ ബ്രോ, നോ, ഐ ഹാവൻ സീൻ. മച്ചാനോ, ഹാവ് യു ഹാഡ് പ്രേത? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണുമെന്നറിയില്ല. ഐ ഹോപ്പ് അളിയ കാണാണ്ടിരിക്കട്ടെ. എനിക്ക് ചിലപ്പോൾ നല്ല പ്രേതമാണെങ്കിലോ പറയാൻ പറ്റില്ല ഈ പടത്തിലെ പോലെ. സോ ഈ പടത്തിലെ പ്രേതം അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു അല്ലേ? സോ പിന്നെ നായകനോടാണ്. ആദ്യത്തെ പടമല്ലേ? അല്ല, മറ്റേ മിന്നൽ മുരളിക്ക് ശേഷം അടുത്ത പടം ഇതാണ് ബാസിബ്രോയുടെ. അല്ലല്ല, ഞാൻ ഇതിനു മുമ്പ് തീപ്പൊരി വെന്നി ശേഷം മൈക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാസിയുടെ കൂടെ ചെയ്യുന്ന രണ്ടാമത്തെ പടമാണിത്. ഇത് കൂടാതെ വേറൊരു പടം ചെയ്തിട്ടുണ്ട്. സോ യാ, അതൊക്കെയാണ്. പിന്നെ റിലീസ് വൈസ് എൻ്റെ 4th മൂവിയാണ് കറക്കം. കറക്കത്തില് എന്താണ് ഇതിന്റെ കാസ്റ്റിംഗിന്റെ കൂടെയും പിന്നെ ശ്രീനാഥ് ബാസിയുടെ കൂടെ എക്സ്പീരിയൻസ് എന്താണ്? ശ്രീനാഥ് ബാസിയുടെ കൂടെയും കറക്കത്തിന്റെ ടീംസിന്റെ കൂടെയൊക്കെ അവരുടെ എക്സ്പീരിയൻസ്? ഇപ്പോൾ ട്രെയിലർ കണ്ട പോലെ നമ്മൾ ഫണ്ണായിട്ടാണ് ഈ പടം ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ ഫണ്ണായിരുന്നു ഹോൾ സെറ്റ് എല്ലാവരുടെയും കൂടെ. പിന്നെ ബാസി വേറൊരു അഭിരാമും ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. ഞാനും ബാസി അഭിരാമും വേറെ പടം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾറെഡി അറിയാവുന്ന ആൾക്കാരെ ഒന്നിച്ച് വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റി. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ. ആൻഡ് മൊത്തത്തിൽ ഭയങ്കര ഫൺ, എല്ലാവരും ഭയങ്കര എൻജോയബിൾ ആയിട്ടാണ് മൊത്തത്തിൽ എക്സ്പീരിയൻസ് പോയത്. പിന്നെ ബാസി പറഞ്ഞ അവസാനം ഇറങ്ങിയത് മറ്റേതല്ലേ, പൊങ്കാലല്ലേ? പൊങ്കാല ലാസ്റ്റ് ഇറങ്ങിയത്. എന്തിനാടാ ഇതൊക്കെ അതിനകത്ത് നല്ല കിടിലൻ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കറക്കത്തിൽ നമുക്ക് നല്ല ഒരു കിൻഡൽ ഫൈറ്റ് കാണാൻ പറ്റുമോ? എടാ, കറക്കത്തിൽ പ്രേതങ്ങളെയൊക്കെ ഇടിച്ചു വീഴ്ത്തണം. ഇതിനകത്ത് ഇടിയല്ല, ഇതിനകത്ത് വേറെ പരിപാടിയാണ്. അതിനകത്ത് പ്രേതമാണ് ഇടിക്കുന്നതല്ലേ? പ്രേത ഇടി മാത്രമല്ല, പല പല ചെയ്ത്തുകളുണ്ട് പ്രേതത്തിന്റെ. സോ ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഒരു ലോക ടൈപ്പ് പടമായിരിക്കോ കറക്കം? അല്ലല്ല, ഒരു കറക്കം പോലത്തെ ഒരു പടമായിരിക്കും. ഓക്കെ, നമുക്ക് 28-ന് കാണാം. ഇനി കറക്കം എന്താണ്, കറക്കവും ശ്രീനിത് ബാസി ബ്രോയും എന്താണെന്ന് നമുക്കപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു ബ്രോ. ഹായ് സർ, ഡയറക്ടറാണ്. പ്രേതസങ്കല്പങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് സിനിമകളിൽ. ലാസ്റ്റ് നമ്മൾ ഡെലൂരിനെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അതിലും വെറൈറ്റി ആയിട്ട് ഡാൻസ് കളിക്കുന്ന പ്രേതം എന്ന് പറയുന്നുണ്ട്. അതാണോ ഈ സിനിമയുടെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഫാക്ടർ? അല്ല, അതൊരു ഫാക്ടറാണ്. നമ്മൾ ഈ ഡാൻസിങ് ഗോസ്റ്റ് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ പുതിയ രീതിയിലാണ് നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കൽ ഹൊറർ കോമഡി എന്ന ജോണറിൽ നമ്മൾ ഈ മലയാളത്തിലധികം സിനിമകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സിനിമയിൽ 5 പാട്ട് മലയാളം, 3 പാട്ട് ഇംഗ്ലീഷ് പാട്ടും സിനിമയിൽ ഇൻക്ലൂഡാണ്. ഈ പാട്ടുകളൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു ജേണിയിൽ കൂടെ കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നന്നായിട്ട് അതിൻ്റെ പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പാട്ടുകളെല്ലാം തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. സാംസിയസ് ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സാർ. ഈ ഹൊറർ മൂവീസിൽ അതിൻ്റെ ബാക്ക് സ്റ്റോറി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. എന്തുകൊണ്ടാണ് ഗോസ്റ്റ് ആയത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കോ കില്ലർ പടങ്ങളിൽ എന്തുകൊണ്ടാണ് അയാൾ സൈക്കോ ആയി സീരിയൽ കില്ലിങ്സ് നടക്കുന്നതിനൊരു ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. അതിനോട് നമുക്കൊരു ഇമോഷണലി അറ്റാച്ച്മെന്റ് വരുമ്പോഴാണല്ലോ അത് വർക്ക് ആവുന്നത്. നമ്മളിത് കാണുമ്പോൾ ഇത് ഒരു ഫൺ ടേക്ക് എന്നുള്ളതാണല്ലോ. ഈ 5 പ്രേതങ്ങളിൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്ന ഒരു ഹുക്ക് കറക്കത്തിലുണ്ടോ? ഉണ്ട്. ഇവർക്കൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അപ്പോൾ
അവര് ഇപ്പൊ പറഞ്ഞ പോലെ 80കളിൽ നടന്ന ഒരു സ്റ്റോറി, അതിന്റെ ബാക്ക്വേർഡാണ് ഇപ്പൊ ഈ കഥ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആ കാലഘട്ടത്തിൽ ഒരു ജീവിതം ഉണ്ടായിരുന്നു. അതേപോലെ അവർ ആ സമയത്ത് അവർ ഡാൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ അവർ ഈ പറഞ്ഞ പോലെ 2026 പ്രേതങ്ങളായി തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ചകൾ, അതൊക്കെ തന്നെയാണ് സിനിമയിൽ ഈ നിങ്ങൾ പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരം. ഇപ്പം വാഴയൊക്കെ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ എഡിറ്റ് പാറ്റേൺ തന്നെ ഇപ്പോൾ റീൽസ് ഒക്കെ കാണുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ എഡിറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വാഴയൊക്കെ എവിടെ നിന്ന് വേണമെങ്കിൽ കണ്ടു തുടങ്ങാം. സിൻസ് കോണ്ടെക്സ്റ്റ് ഇല്ലാത്ത ഒരുപാട് സീക്വൻസുകളാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ തിയേറ്റർ സീക്വൻസ് മാത്രമായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ യു കെയിലുള്ളവരുടെ സീക്വൻസ് മാത്രമായിട്ട് കാണാം. അപ്പോൾ ഏറെക്കുറെ ഒരു ഗ്യാപ്പും ഇല്ലാതെ, ഈ ലാഗ് ഇല്ലാതെ അങ്ങനെയാണ് വാഴയുടെ ഒക്കെ എഡിറ്റ് പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ കറക്കത്തിന് ആ വിധത്തിൽ ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി അല്ലെങ്കിൽ ജെൻ ആൽഫയ്ക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള വിധത്തിൽ അങ്ങനെയാണോ അതിനെ സമീപിച്ചത്? കറക്കം തുടക്കം മുതൽ തന്നെ കാണണം. കാരണം കറക്കം എങ്ങനെ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എന്ത് സംഭവത്തിന്റെ പുറത്താണ് ഇവര് പുറകെ നടക്കുന്നത് എന്നൊരു ആ ഒരു സീക്വൻസ് ഒക്കെ തന്നെ കണ്ടാൽ തന്നെയാണ് കഥ ടോട്ടലായിട്ട് നമുക്ക് കണക്ട് ആവുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസിഡന്റ് ബേസ് ആയിട്ടും നമുക്ക് കാണുമ്പോൾ അതിന്റെ ഹ്യൂമർ കൊണ്ടും അതുകൊണ്ടൊക്കെ നമുക്ക് കണ്ടിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് പടം മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ബാസി ബ്രോ, ഇപ്പോൾ ബ്രോന്റെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഹ്യൂമറസ് കഥാപാത്രങ്ങളൊക്കെ അതിന് ബാക്കിംഗ് ആയിട്ട് ഈ കൊച്ചി സ്ലാങ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹണി ബീലായാലും ശരി, അല്ലെങ്കിൽ നോർത്ത് 24 ശരി. അപ്പോൾ കറക്കത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് മാറി വേറൊരു കാര്യം എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് തോന്നിയില്ല? അതന്നെ അങ്ങനെ വേറെ ഇവിടെ നമ്മൾ എറണാകുളത്തെ ഷൂട്ട് ചെയ്ത് എറണാകുളത്തെ പടമാണ്. അപ്പോൾ പിന്നെ ഐ സൗണ്ട് ലൈക്ക് ദിസ്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ്സ് നോട്ട് എ ഡിഫറെൻറ്റ്. വേറൊരു സ്ഥലത്തൊരു കഥയൊന്നുമല്ല. നമ്മൾ മഹാരാഷ്ട്രയിലൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിന് ഇതുവരെ അറ്റംപ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ടോ? ഈ പറഞ്ഞ പോലെ കുറച്ച് പേടിക്കൽ പരിപാടികൾ, അങ്ങനത്തെ ഓൾവേസ് ഓൺ ദി എഡ്ജ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഹൊറർ പടം ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വി ഗോട്ട് ടു ഡു ഇറ്റ് ഇൻ എ ഫൺ വേ. അപ്പം ഓരോ സിനിമകൾ കഴിയുമ്പോഴും കുറച്ചൊരു ബ്രേക്ക് വരാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് ആസാദിയാണ്. അതിനുശേഷം കുറച്ച് നാൾക്ക് ശേഷമാണ് കറക്കം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബ്രേക്ക് ഇടയ്ക്ക്, സിനിമകൾക്ക് ശേഷമുള്ള ബ്രേക്ക് എന്തുകൊണ്ടാണ്? ഞാൻ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ഷൂട്ടിലേക്ക് പോവാണ്. പക്ഷെ പടങ്ങളുടെ പല പല കാരണങ്ങളാൽ ഇറ്റ് ടേക്സ് ടൈം ടു കം ഔട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പൊങ്കാല, ബട്ട് യു വിൽ നെവർ നോ. നല്ല പടങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ മഴയത്തൊക്കെ ആയിരിക്കും. എനിക്ക് ഈ മഴയായിട്ട് എന്തൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും മഴയുള്ളപ്പോൾ ആസാദി കഴിഞ്ഞ മഴയിലായിരുന്നു. അപ്പോൾ ബട്ട് ദ തിങ് ഇസ് ദാറ്റ് അങ്ങനത്തെ പടങ്ങൾ ചിലപ്പോൾ ഡിസേർവ്സ് കുറച്ചും കൂടെ ആൾക്കാർ വന്ന് കാണുന്ന തിയേറ്ററിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള പരിപാടികളാണ്. അപ്പോൾ ഐ ഹോപ്പ് ഇതിന് കറക്കത്തിന് അതുപോലെ ആൾക്കാർ തിയേറ്ററിൽ വന്ന് കണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പോപ്കോൺ പടമാണ്. അപ്പോൾ ഐ ഹോപ്പ് പീപ്പിൾ എൻജോയ്. മണിയുടെ ചേട്ടാ, ഇപ്പോൾ എത്ര മൊമെന്റ്സ് ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറേ മൊമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പാച്ചക്കള്ളക്കോക്കാരനായാലും ശരി, അല്ലെങ്കിൽ മലക്കോട്ട് വാലയപ്പെട്ടനായാലും ചില കീ ഏരിയാസിൽ ഡയലോഗുകൾ പറഞ്ഞ ആളുകളെ ഒന്ന് ഹൈ ആക്കുക അല്ലെങ്കിൽ കൈയടിപ്പിക്കുക, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ. കറക്കത്തിൽ അങ്ങനെയുണ്ടോ? ആൻഡ് കുറച്ച് ഏജ് കൂടുതലുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്ത അങ്ങനെ പെർഫോം ചെയ്യുന്നതിൻ്റെ രസം എന്തായിരുന്നു? 2 ഏജ് ഉണ്ട്, പിന്നെ ഉണ്ട് കാണാം. കംപ്ലീറ്റ് സിനിമയായിട്ട് ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്തതും പിന്നെ ഡബ് ചെയ്തപ്പോൾ കണ്ടതൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത് മൊത്തം സിനിമയായിട്ട് അതിൻ്റെ എല്ലാം കൂടി സ്ക്രീനിൽ കാണുമ്പോഴാണല്ലോ എന്താണ് വർക്കാവാൻ സാധ്യതയുള്ള ഒരുപാട് ഡയലോഗാണെങ്കിലും ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളത് കാണുമ്പോഴാണല്ലോ പറയാൻ കഴിയുക. വിഷ്ണു ചേട്ടാ, മഞ്ഞുമൽ ബോയ്സിന് ശേഷം ബാസിയായിട്ട് വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്ന പടം ഇതാണെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ബാക്ക് ടു ബാസി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഞങ്ങൾക്കധികം കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരൊറ്റ സീനുള്ളൂ. അതും ഞാൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ റൂമിനകത്താണ്. അതുകൊണ്ട് കോമ്പിനേഷൻ സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബാസിയായിട്ട് ഇനിയും അടുത്ത പടം ഒക്കെ ഇനി ഞങ്ങൾ തുടർന്ന് സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം.
പ്ലാനിങ് ഉണ്ടോ? പ്ലാനിങ് ഞാനല്ല അത് തീരുമാനിക്കുന്നത്. എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരട്ടെ അങ്ങനെ വിചാരിക്കുന്നു. വാസിട്ട് ഇതില് പ്രേതങ്ങൾ മാത്രമാണോ ഡാൻസ് കളിക്കുന്നത്? എവിടെ? ഇല്ല, ഞാൻ കളിക്കുന്നുണ്ട്, അളിയൻ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് പ്രേതങ്ങൾക്കല്ല ഡാൻസ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഞങ്ങൾ കുറച്ച് കളി. ഐ ആം പ്ലേയിങ് എ കൊറിയോഗ്രാഫർ പടത്തിൽ. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പരിപാടി അത്രേ ഉള്ളൂ. ചേട്ടനാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും ഡാൻസ് അല്ലേ? അതെ, അപ്പോൾ അങ്ങനത്തെ ഒരു റോളായിരുന്നു. എനിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, ഈ പഠിപ്പിച്ചു കൊടുക്കൽ കളിക്കണതിൻ്റെ അത്രയും പണിയില്ലല്ലോ. കളിക്കലാണ് കുഴപ്പം. ഐ ഫീൽ ലൈക്ക് അപ്പോൾ ബാച്ചിലർ പാർട്ടിക്ക് ഉണ്ടായിരുന്നു കുറച്ച് ഡാൻസ് കളി. ദാറ്റ് വാസ് ക്രേസി. അപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ അത് പഠിപ്പിച്ചു കൊടുക്കലല്ലേ, ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ. എല്ലാവർക്കും പറയാം, ഒരു ക്വസ്റ്റ്യനാണ്, ആർക്കായാലും പറയാം. സിനിമയിൽ ഈ കറക്കം സിനിമയിൽ പേടിയും പ്രേതവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അല്ല, ആർക്ക് വേണമെങ്കിലും പറയാം. ബാസിപ്രോക്ക് പറയാനുണ്ടോ? പേജ് ഏതാളി നീ? പേര് പറ. എൻ്റെ പേര് ഷാദുൽ. അതല്ല, മറ്റേ ചാനലിൻ്റെ പേര് പറയും. പൂമ്പാറ്റ. എൻ്റെ പൊന്നു പൂമ്പാറ്റ. കൊള്ളാട്ടോ. പക്ഷേ ഐ ലവ് യു ക്വസ്റ്റ്യൻസ് ബ്രോ, അടിപൊളിയാണ്. ആരെങ്കിലും പേടിച്ചായിരുന്നോ പടം കഴിഞ്ഞിട്ട്? ആരും പേടിച്ചില്ല? ഇല്ലടാ, ഇല്ല, ഞാൻ പേടിച്ചില്ല. സോറി. നമ്മൾ സിനിമ കണ്ടിട്ട് ഇത്തിരി പേടിക്കാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ഇത്തിരി ചിരിക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരോടും നന്ദി, വളരെയധികം നന്ദി. ആൻഡ് താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് യുവർ ടൈം. അല്ലേ? ബാസിപ്രോ, ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. വേണ്ട, അല്ല, ഒന്നും വിചാരിക്കരുത്. എനിക്ക് വിചാരിക്കും, ഞാൻ വീട്ടിൽ പോട്ടെ. അതിലൊരു ക്വസ്റ്റ്യൻ കൂടി. കള്ളത്തിരി. അതെ, വിശപ്പും പാറ്റ ഫോൺ നിർത്തി. മറ്റേ ഈ കറക്കം സിനിമ കണ്ടാലേ, ഈ റിലീസ് ആവുന്ന കറക്കം സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്കാണോ തല ഇറങ്ങാൻ പോകുന്നത്, അത് അണിയറപ്രവർത്തകർക്കാണോ തല ഇറങ്ങാൻ പോകുന്നത്? क्या पूछ रहा मालूम है? तो करकम बोले तो लाइक तेरा सर घूम रहा है ना, हाँ तो तेरा घूमेगा या? Good word bro. We'll find out അളിയാ. നീ 28 വരില്ലേ? We'll find out. Thank you. കാണണം, പൊളിക്കണം. Yes sir, thank you. മൈക്കിൾ ജാക്സന്റെ അതും മ്യൂസിക് ആൻഡ് ഡാൻസ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് ഇന്ത്യയിൽ നല്ലൊരു കണക്ഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടുമോ? അതായത് മലയാളം എന്ന രീതിയിൽ? അല്ല, മൈക്കിൾ എന്ന സിനിമ മൈക്കിൾ ജാക്സന്റെ ബയോപിക് എന്ന രീതിയിൽ വന്ന സിനിമയല്ലേ ഇത്. നമ്മളതൊരു കണക്ഷൻ എന്ന രീതിയിലൊന്നും നമ്മൾ ഈ സിനിമയായിട്ടുള്ള യാതൊരു വിധത്തിൽ അങ്ങനെയുള്ളൊരു കണക്ഷനും ഇല്ല ബേസിക്കലി. പക്ഷെ സിനിമ പറയുന്നത് അതേപോലെ ഒരു 80കളിൽ ഈ മൈക്കിൾ ജാക്സൺ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരെ ഫാൻസ് ആയിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരുടെ കഥയാണ്. അപ്പം ആ രീതിയിലുള്ള ഒരു ചെറുപ്പൊരു ബന്ധം കഥയുണ്ടാവും. മൈക്കിൾ ജാക്സൺ ഫാൻസിന് യെസ്, അവർക്കൊരു ശരിക്കും ഞങ്ങൾ സിനിമ തുടങ്ങുമ്പോൾ സിനിമ ഡെഡിക്കേറ്റഡ് ടു കിങ് ഓഫ് പോപ്പ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മൈക്കിൾ ജാക്സണും ഇപ്പോൾ പാർട്ട് 2 അങ്ങനെ അനൗൺസ് ചെയ്തായിരുന്നു. ഇത് അത് മീൻസ് മൈക്കിൾ കഴിഞ്ഞിട്ടാണ് അവർ അനൗൺസ് ചെയ്തത്. അപ്പോൾ കറക്കം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എന്തെങ്കിലും അനൗൺസ്മെന്റ്. എന്തായാലും സിനിമ നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ അനൗൺസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.